നമസ്കാരം. ഭരണം തിരിച്ചുപിടിച്ച ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങി ബി.ജെ.പി. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മ, ഡൽഹിയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന വിജേന്ദർ ഗുപ്ത, വനിതാ നേതാവായ ശിഖായ് റായ് എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇതിൽ പർവേഷ് വർമ്മയ്ക്കായിരിക്കും മുൻഗണന. കാരണം അഴിമതിയിൽ മുങ്ങി നിന്ന കെജ്രിവാളിനെ പുകച്ച് പുറത്തു ചാടിച്ചത് വർമ്മയായതുകൊണ്ട് നറുക്കുവീഴാൻ സാധ്യത കൂടുതൽ ഇദ്ദേഹത്തിനാണ്. ഇവരെ കൂടാതെ മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജിന്റെ പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. ഡൽഹിയിലെ എം.പിയാണ് ബാൻസുരി. മോത്തി നഗറിൽ നിന്നും വിജയിച്ച ഹരീഷ് ഖുറാനയുടെ പേരും പരിഗണനയിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കുമെന്നാണ് വിവരം. വിദേശ സന്ദർശനത്തിന് ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക. പ്രധാനമന്ത്രിയെ കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ജെ.പി. നദ്ദ എന്നിവരും സർക്കാർ രൂപീകരണ ചർച്ചകളിൽ സജീവമായിട്ടുണ്ട്. ബി.ജെ.പി. ദേശീയ നേതൃത്വവുമായുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. ദില്ലി തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഘോഷ പരിപാടിയിൽ പാർട്ടി ദേശീയ ആസ്ഥാനത്ത് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സഖ്യത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. സഖ്യകക്ഷികളുടെ വോട്ട് കൈക്കലാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും കോൺഗ്രസിനൊപ്പം കൂടിയവരെയെല്ലാം പരാജയപ്പെടുത്തുകയാണ് ബി.ജെ.പിയുടെ വോട്ട് കൈക്കലാക്കില്ലെന്നും കോൺഗ്രസ് തിരിച്ചറിഞ്ഞെന്നും മോദി പറഞ്ഞു. കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും അർബൻ നക്സലുകളുടെ ഭാഷയാണെന്നും അരാജകത്വവും രാജ്യവിരുദ്ധതയുമാണ് കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിക്കുന്നതെന്നും മോദി വ്യക്തമാക്കി. ദില്ലിയിലെ തെരഞ്ഞെടുപ്പുകളിൽ 0 സീറ്റ് നേടുന്നതിൽ കോൺഗ്രസ് ഡബിൾ ഹാട്രിക് നേടിയെന്നും പരാജയത്തിന്റെ ഗോൾഡൻ മെഡൽ അടിഞ്ഞാണ് നേതാക്കൾ നടക്കുന്നതെന്നും മോദി പരിഹസിച്ചു. അതേസമയം ദില്ലിയിലെ ജനവിധി അംഗീകരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് ഫലം വിനയപൂർവ്വം സ്വീകരിക്കുന്നു. ദില്ലിയുടെ പുരോഗതിയിലേക്കും ദില്ലിയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം തുടരും. കോൺഗ്രസ് പ്രവർത്തകരുടെ സമർപ്പണത്തിന് നന്ദിയെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. തുടർച്ചയായ 4ാം തവണയും ഡൽഹിയിൽ അധികാരം പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിൽ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആം ആദ്മി പാർട്ടിക്ക് 40 സീറ്റുകളാണ് നഷ്ടമായത്. അതേസമയം ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, മുൻ മന്ത്രിയായ പാർട്ടി സ്ഥാപകരിലൊരാളുമായ സത്യേന്ദ്ര ജെയിൻ, പാർട്ടിയുടെ യുവ നേതാവും മന്ത്രിയുമായ സൗരഭ് ഭരദ്വാജ്, പാർട്ടി സ്ഥാപക അംഗവും മുതിർന്ന നേതാവുമായ സോമനാഥ് ഭാരതി, ഡെപ്യൂട്ടി സ്പീക്കർ രാഹി ബിർള തുടങ്ങിയ മുൻനിര നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പിൽ അടിപതറി വീണു. ഇതോടെ പാർട്ടിയുടെ നാശം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യു.എസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.